ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. ഓ മൈ ഗോഡ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇത് ഈ 11 ദിവസങ്ങളിൽ നമ്മൾ ഇത് കയറി ഇറങ്ങി നടന്ന് ചിന്തിക്കുന്നതായിരിക്കും ഈ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിലെ വിഷയം. എഫേസ് ലേഖനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കൊളോസ് ലേഖനം തലയെങ്കിൽ എഫേസ് ലേഖനം ശരീരം അത്രേ. കേൾക്കുന്നോ നിങ്ങൾ എന്നെ? ഹേയ്, എഴുതിയെടുത്തില്ലെങ്കിൽ സാരമില്ല, നാളെ രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജിന്റെ CD കിട്ടും. ഓക്കെ, എന്നാലും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ഞാനത് പറയും. ഹല്ലേലൂയ. എല്ലാവരുടെ ശ്രദ്ധ എനിക്ക് ഇങ്ങോട്ട് വേണം. കുനിഞ്ഞിരുന്നാൽ തല പൊക്കണം, തല പൊക്കി ഇങ്ങോട്ട് നോക്കണം, എന്നാലേ എനിക്ക് നിങ്ങളെ കാണാനായിട്ട് കഴിയുള്ളൂ. ലോകമെമ്പാടും ഞങ്ങളെ കേൾക്കുന്നവരെ നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾക്ക് വീണ്ടും വെബ് കാസ്റ്റിങ്ങിലൂടെ ഇന്ന് കേൾക്കുന്ന ഈ എപ്പിസോഡുകൾ പിന്നെയും കേൾക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇത് സേവ്ഡ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എല്ലാവരും പറഞ്ഞിട്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഞാൻ പറഞ്ഞല്ലോ, കൊളോസ് ലേഖനം മുഴുവൻ തല എന്ന ക്രിസ്തു എന്ന മർമ്മമെങ്കിൽ എഫേസ് ലേഖനം മുഴുവൻ ശരീരം എന്ന സഭ എന്ന മർമ്മം മാത്രമേ. അപ്പൊ എഫേസ് ലേഖനത്തിലെ മുഴുവൻ സഭയുടെ നിൽപ്പ്, സഭയുടെ നടപ്പ്, സഭയുടെ എടുപ്പ്, സഭ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം, ഈ വിഷയങ്ങളാണ് അധ്യായം തിരിച്ച് രേഖപ്പെടുത്തുന്ന മുഴുവൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് എഫേസ് ലേഖനത്തിന്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. എഫേസ് ലേഖനത്തിൽ 5 അധ്യായത്തിൽ പറഞ്ഞ് തടുത്തു വിട്ട മർമ്മങ്ങൾ മുഴുവൻ 6-ാം അധ്യായത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ആത്മമണ്ഡലത്തെ തന്നെ പൗലോസ് വചനത്താൽ തുറന്നിട്ട് നമ്മെ ഉറപ്പിക്കുന്ന ഒരു ഉറപ്പീരിന്റെ ആലോചനയാണ് എഫേസ് ലേഖനം 6-ാം അധ്യായം. എഫേസ് ലേഖനം 6-ാം അധ്യായത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം, സ്പിരിച്വൽ വാർഫെയറിന്റെ അധ്യായം. ഈ ചാപ്റ്റർ മുഴുവൻ സ്പിരിച്വൽ വാർഫെയർ ആണ്, ആത്മീക യുദ്ധം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആത്മീക യുദ്ധം. ഈ അധ്യായം മുഴുവൻ ആത്മീക യുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ കളിക്കളത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കരുത്, പോർക്കളത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, പോർക്കളത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. കളിക്കളത്തിലിരിക്കുന്ന പോലെ ഇരിക്കരുത്, പോർക്കളത്തിലിരിക്കുന്ന പോലെ. നാം നിൽക്കുന്നത് ഒരു വലിയ പോരാട്ടമുള്ള ലോകത്തിൽ അത്രേ. ഹല്ലേലൂയ. ഇന്ന് ചില സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതിന്റെ ആക്കം കൂടാൻ പോകുകയാണ്. സാത്താനെ തകർക്കുവാനുള്ള ഒരു ആത്മവീര്യം ആത്മാവിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുക. കരമുയർത്തി കർത്താവിനെ ഒന്നോടെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 2 കാര്യത്തിൽ ശക്തിപ്പെടുവീൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, കർത്താവിലും, 2, അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു പദം കാണാൻ കഴിയും, ഒടുവിൽ, ലാസ്റ്റ്, അറ്റ് ദ എൻഡ് ടൈം, എല്ലാത്തിന്റെ അവസാനം. എല്ലാം എന്ന് പറഞ്ഞ് എല്ലാത്തിന്റെ അവസാനം. അപ്പൊ ഇന്ന് ഈ ആലോചന കേൾക്കുന്നവരിൽ ചിലർ പറഞ്ഞേക്കാം എല്ലാം തീർന്നിരിക്കുക. നിങ്ങൾ കേൾക്കേണ്ട ആലോചനയായത് കേട്ടോ. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയില്ല, നിങ്ങൾ കേൾക്കേണ്ട ആലോചന തന്നെയായത്. എല്ലാം പയറ്റി പരാജയപ്പെട്ടവൻ, സകലത്തും പരാജയം അടഞ്ഞവൻ, ഇനിയൊരു വഴിയില്ല എന്ന് പറയുന്നവനോട് ഇന്ന് ആലോചന കർത്താവ് ആരംഭത്തിൽ വിളിച്ചു പറയുന്നു, ഒടുവിൽ ബലപ്പെടാനുണ്ട്. തീർന്നിട്ടില്ല, ബലപ്പെടേണ്ട സമയമാണിത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പലത് പരീക്ഷിച്ച് പരാജയപ്പെട്ടവർ ഇന്നൊരു പുതിയ പരീക്ഷണം എന്ന നിലയിലല്ല ഞാനിത് പറയുന്നത്. ഇത് പരീക്ഷണമല്ല, ഇത് വിജയമത്രേ. ഹല്ലേലൂയ. പരീക്ഷണത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഇതിൽ വിജയമേ ഉള്ളൂ. കാരണം ഈ വചനം അത്രയ്ക്ക് ആഴമായി നമ്മോട് ഈ വിഷയം പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒടുവിൽ, ഏറ്റവും അവസാനം, എല്ലാറ്റിന്റെ അവസാനം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആത്മയുദ്ധം, പലരും അതിനെക്കുറിച്ച് പല രീതിയിലുള്ള ടീച്ചിങ്സ് നമ്മുടെ ഇടയിൽ പടർത്താറുണ്ട്. പക്ഷെ എന്താണ് ആത്മയുദ്ധമെന്ന് ഈ ഫിനിഷ്ഡ് വർക്കിന്റെ കോൺസെപ്റ്റ് നിന്നോട് ചിന്തിക്കുമ്പോഴാണ് ഇത്ര ആഴം ഈ വിഷയത്തിനുണ്ട് എന്ന് ചിന്തിച്ച് നാം ഞെട്ടിപ്പോകുന്നത്. ഭയങ്കര ആഴമുള്ള ഒരു വിഷയമാണിത്. ആത്മീക യുദ്ധത്തെ പറ്റി ഇവിടെ പറയുമ്പോൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞ ആത്മീക യുദ്ധം നടക്കുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന്, കർത്താവിലൂടെയും, 2, അവന്റെ അമിത ബലത്തിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 2 ചിന്ത ഇന്ന് രാത്രി ഈ പ്രഥമ പകലിൽ നമ്മൾ കേൾക്കുകയുള്ളൂ. ഇതിന്റെ ആഴങ്ങൾ മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാലും കേൾക്കുക. 1-ാമത്തെ ഭാഗം ഏതാണ്? ആത്മീക യുദ്ധം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ അറിയുക, 1-ാമത്തെ പദം ഇതാണ്, കർത്താവിലാണ്, 2, അവന്റെ അമിത ബലത്തിലാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളിരിക്കുന്ന ക്രിസ്തു അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, അവന്റെ അമിത ബലം കൊണ്ടത്രേ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിജയം വിളിച്ചു പറയാനായിട്ട് കഴിയും. യുദ്ധം ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തോക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുവാണെങ്കിലോ? ആര് പറയൂ?
നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തോക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുകയാണെങ്കിലോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, ഞാനൊരു ജയാളിയായിരിക്കും. കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേൻ. എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. സാത്താൻ ആത്മാവാണ്. ആത്മാവായ സാത്താനോട്, സാത്താന്റെ ആത്മമണ്ഡലം എന്ന വിഷയം നമ്മൾ താഴെ ചിന്തിക്കുന്നതായിരിക്കും. ആത്മാവായ സാത്താനോട് അക്ഷരീക ശരീരമുള്ള ജഡമുള്ള നിങ്ങൾക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹലോ, ആവിയായ ആത്മാവായ പിശാചിനോട് നിങ്ങൾക്കും എനിക്കും ഈ കൈ കൊണ്ടും ഈ കണ്ണുകൊണ്ടും ഈ നാക്കുകൊണ്ടും ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. തിന്മയുടെ ശക്തി അദൃശ്യനാണ്. അവൻ ദൃശ്യമായ വ്യക്തികളെ ഉപയോഗിച്ച് നിൽക്കുന്നുവെങ്കിലും തിന്മയുടെ ശക്തി ബേസിക്കലി അത് അദൃശ്യമാണ്. അദൃശ്യമായ ശക്തിയോടാണ് പോരാട്ടം. എല്ലാവരും ഒന്ന് പറഞ്ഞ ആ വാക്ക്, അദൃശ്യമായ ശക്തിയോടാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ദൃശ്യമായ ഒന്നുകൊണ്ടും പോരാടാൻ കഴിയുകയില്ല. ആ രണ്ട് സത്യം ഒന്ന് അടുത്തിരിക്കുന്നതോട് പറഞ്ഞ്, അദൃശ്യമായ ശക്തിയോടാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ദൃശ്യമായ ഒന്നുകൊണ്ടും പോരാടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കൈയെടുത്ത് ഇങ്ങനെ വീശുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ വായെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നാക്കെടുത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന കൊണ്ടോ ചവിട്ടിക്കീറുന്ന കൊണ്ടോ സ്റ്റേജ് ചവിട്ടി പൊളിക്കുന്നതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാലിന് വേദന എടുക്കുമെന്നോ കൈ ഒത്തിരി വലിച്ചു വീശിയാൽ കൈയുടെ ഷോൾഡർ പെയിൻ എടുക്കുമെന്നല്ലാതെ ഈ കൈവീശ് കണ്ടോ കൈകൊട്ട് കണ്ടോ ചവിട്ടിക്കൂട്ടൽ കണ്ടോ ഒന്നും സാത്താൻ ഓടുകയില്ല. കാരണം കണ്ണും കയ്യും കാലും ഒന്നും ഇല്ലാത്ത മേഖലയിൽ അവൻ ജീവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. അപ്പൊ ഈ ഇത്യാദി വിളച്ചിലുകളൊന്നും അവന്റെ മുമ്പിൽ ചെലവാകുകയില്ല. നിങ്ങൾ ഒത്തിരി ഒച്ച ഉണ്ടാക്കി സാത്താനെ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഇതിനെക്കാട്ടിലും ഒച്ച ഉള്ളത് ചന്ത സ്ഥലങ്ങളിലാണ്. അവിടെ ഒന്നും പിശാച് ഓടുന്നില്ലല്ലോ. നിങ്ങൾ ഒത്തിരി കൈകൊട്ടി പിശാചിനെ ഓടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതിന് നന്നായിട്ട് യോഗയിലും മെഡിറ്റേഷനിലും പോയി കൈകൊട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും സാത്താൻ ഓടുന്നത്. അപ്പൊ കൈകൊട്ടുകൊണ്ടോ നാട്യം കൊണ്ടോ ചവിട്ടിക്കീറുന്നതുകൊണ്ടോ കസേര തല്ലി പൊട്ടിക്കുന്നതുകൊണ്ടോ ചവിട്ടിക്കീറുന്നതുകൊണ്ടോ ഒന്നും പിശാച് ഇറങ്ങിപ്പോകുകയില്ല. സാത്താൻ ആത്മാവാണ്. അവനോട് എതിർക്കുന്നവൻ ആത്മാവിൽ എതിർക്കണം. ഹല്ലേലൂയ. താഴേക്ക് അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ടോപ്പിക്ക് എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണ്. കർത്താവിലും അവന്റെ അമിത ബലത്തിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിലും. പഴയ നിയമത്തിൽ ഒരുപാട് പദങ്ങൾ ഇതിനോട് തത്തുല്യപ്പെടുത്തിയുണ്ട്. പക്ഷെ പുതുനിയമത്തിന്റെ സഭയിൽ അത് വിശദീകരിക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ ഈ ആശയത്തെ വേഗത്തിൽ കൊണ്ടുവരിക. യുദ്ധം യഹോവയ്ക്കുള്ളത്. പഴയ നിയമത്തിൽ പറഞ്ഞൊരു പദമാണ്. പറഞ്ഞ യുദ്ധം മനുഷ്യനുള്ളത് നല്ല പറഞ്ഞ യുദ്ധം യഹോവയ്ക്കുള്ളത്. എന്നാൽ പഴയ നിയമത്തിൽ ദൈവം യുദ്ധക്കളത്തിൽ ഇറങ്ങി വന്ന് ജയം കൊടുക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങി വന്ന് ജയം കൊടുക്കുകയല്ല, യുദ്ധത്തിന് പോകുന്നവന്റെ അകത്തിരുന്ന് അവനെ ജയിപ്പിക്കുകയാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞു. പഴയ നിയമത്തിൽ മുഴുവൻ കയ്യിൽ ആയുധമാണ്. കയ്യിൽ വാള്, കയ്യിൽ കുന്തം, കയ്യിൽ പരിച, കയ്യിൽ ആയുധമാണ്. പുതിയ നിയമത്തിൽ കയ്യിൽ ആയുധമില്ല. ഹലോ, കയ്യിൽ ആയുധമില്ല. നിങ്ങൾക്കറിയാം, ഗോലിയാത്തിനെ വീഴ്ത്താൻ ഒരു വലിയ കുന്തമായിട്ടോ അല്ലെങ്കിൽ കവണക്കല്ലെടുത്ത് താഞ്ഞു വീശി മല്ലൻ വീണുപോയി. പാട്ടൊക്കെ പാടാൻ കൊള്ളാം അല്ലേ? ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണ് അന്ന് ജയമെടുത്തത്. എങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയുധം കൊണ്ട് കുത്തിയും വെട്ടിയൊക്കെ അന്ന് ജയമെടുത്തത്. പക്ഷെ ഇന്ന് ആയുധം കയറാത്തവനായവൻ, ആത്മാവായവനെ ആയുധം കൊണ്ട് വെട്ടാൻ ശ്രമിച്ചാൽ വെറുതെ വെട്ടിമടുക്കുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ എങ്ങനെയാണ് ആത്മീക യുദ്ധം? ആദ്യ ലെസൺ നിങ്ങൾ പഠിച്ചെടുക്കണമേ, ഉള്ളിലേക്ക് എഴുതണമേ. ആദ്യ ലെസൺ ഞാൻ വിളിച്ചു പറയുന്നു. ആത്മീക യുദ്ധം ആത്മാവിലാണ്. ഒന്ന്, ആത്മാവിൽ എങ്ങനെ ഇത് സാധിക്കുന്നു? നിങ്ങളുടെ ആത്മാവിലിരിക്കുന്ന ക്രിസ്തുവിലാണ് ആത്മീക യുദ്ധം ആരംഭിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളും സാത്താനുമായിട്ട് വാസ്തവത്തിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നം നിങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷത്ത് നിന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് അവന് പോരാട്ടമുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നിങ്ങൾ തിന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ അവൻ ഒരു പോരാട്ടത്തിനും വരികയില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ നന്മയുടെ പക്ഷത്ത് നിന്നു എന്നൊരൊറ്റ കാരണത്താൽ നിങ്ങളോട് അവന് പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് കൊണ്ട് തന്നെ നന്മയുടെ പക്ഷത്ത് നിന്നവന്റെ അകത്ത് നന്മയുടെ ഉടയവനായ കർത്താവ് ഇരുന്ന് അവനെ ജയിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ആദ്യ പദം നിങ്ങൾ കേൾക്കുക. ക്രിസ്തുവാണ് യുദ്ധം ചെയ്യുന്നത്. പറഞ്ഞേ, എന്നിലിരിക്കുന്ന ക്രിസ്തുവാണ് യുദ്ധം ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പറ. ക്രിസ്തു ആത്മാവത്രേ. എല്ലാരും പറഞ്ഞേ, ക്രിസ്തു ആത്മാവത്രേ. ആത്മാവായ ക്രിസ്തു എന്റെ ആത്മാവിൽ ഇരുന്നാണ് ആത്മീക യുദ്ധം നടത്തുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ആത്മാവായ ക്രിസ്തു. ഒച്ചത്തിൽ പറഞ്ഞേ, ആത്മാവായ ക്രിസ്തു എന്റെ ആത്മാവിൽ ഇരുന്നാണ് ആത്മീക യുദ്ധം നടത്തുന്നത് എന്ന് പറഞ്ഞ ഇവിടെ വിഷയം വ്യക്തിയല്ല, ഇവിടെ വിഷയം വ്യക്തിപരവുമല്ല, ഇവിടെ വിഷയം ശക്തിയാണ്, ഇവിടെ വിഷയം ശക്തികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സാത്താൻ എന്ന ആത്മാവ്, ദൈവം എന്ന ആത്മാവ്, ഇവർ രണ്ടും തമ്മിലാ യുദ്ധം. പക്ഷെ അടുത്ത പദം ഇവിടെ പറഞ്ഞിരിക്കുക, ഇതിന് ഈ ഭൂമിയിൽ ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെയാ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പദം പറഞ്ഞ് ഒടുവിൽ എന്ത് ചെയ്തോണം? കർത്താവിലും. അടുത്ത പദം ഉറക്കെ പറ. വായി തുറന്ന് പറയണം. അത് ഒന്ന് ബലത്തോടെ പറഞ്ഞേ. അമിത ബലം എന്നൊന്ന് ബലത്തോടെ പറഞ്ഞേ. അമിത ബലം എന്ന് പറയുന്ന കേട്ട ബലമില്ലല്ലോ. ഒച്ചത്തിൽ പറഞ്ഞേ അമിത ബലം. അമിത ബലം, ബലമല്ല അമിത ബലം. ഉറക്കെ പറ അമിത ബലം. സ്തോത്രം. ആത്മാവായ ക്രിസ്തുവും ആത്മാവായ സാത്താനും തമ്മിലാ യുദ്ധം. പക്ഷെ ഇതിന് നിർത്തിയിരിക്കുന്നത് എന്നെയാ. എങ്ങനെയാ നിർത്തിയിരിക്കുന്നതെന്നറിയോ? ബലം തന്നിട്ടല്ല, അമിത ബലം തന്നിട്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ തോറ്റു വീഴുന്നത് കാണാൻ കണ്ണ് നട്ടിരിക്കുന്ന കള്ള പിശാചിനോട് വായ് തുറന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറയടാ, സാത്താനെ വെറുതെ ഇരുന്ന് നേരം കളയാന്നേ ഉള്ളൂ. ഇത് എന്റെ ബലമല്ല, ഇത് അവന്റെ അമിത ബലമാത്രേ. കരം കൊണ്ടുവന്നവർ കരങ്ങളെ അടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഇപ്പോൾ തന്നെ അമിത ബലം. ഈ ഫസ്റ്റ് ഡേയിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ്, ഞാൻ അമിത ബലത്തെ ഇതിനകത്തേക്ക് അയക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ബലത്തിൽ നിങ്ങൾ തോറ്റവരായിരിക്കാം, പക്ഷെ അവന്റെ അമിത ബലത്തിൽ നീ ഒരു ജയാളിയാ. അവന്റെ അമിത ബലത്തിൽ നിങ്ങൾ ജയാളികളാ. ഇന്നും നിങ്ങളുടെ പരിതസ്ഥിതിയിൽ നിങ്ങൾ പലരും പരാജയപ്പെട്ടവരായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിച്ച് വിളിച്ചു പറയുന്ന പദം ഇന്ന് രാത്രി ഈ പകൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ആ പദം ഇങ്ങനെയാണ്: ഇന്ന് നിങ്ങൾ തോറ്റെടുത്ത് നിങ്ങളെ ജയിപ്പിക്കാനായിട്ട് അവന്റെ അമിത ബലം നിങ്ങളുടെ മേൽ കയറാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ വിശ്വസിക്കുമ്പോൾ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് അമിത ബലം. അത് പറഞ്ഞ് കരമടിച്ചു, അത് പറഞ്ഞ് ഏറ്റെടുത്തു, അത് പറഞ്ഞു സ്വീകരിച്ചു. അമിത ബലം. സ്തോത്രം പറഞ്ഞേ. അമിത ബലം. അമിത ബലം. ഞങ്ങൾ ഈ ദിവസങ്ങൾ അമിത ബലം പ്രാപിക്കുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോനെ നിന്നെ നിർത്തി കാണിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ പൊന്നപ്പനെ നിർത്തി കാണിക്കുക. നിങ്ങൾ എല്ലാവരും കാണാൻ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണമേ. ഈ വ്യക്തി യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഉടനെ കർത്താവായി, കർത്തൃത്വം നടത്തുന്നവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഈ വ്യക്തിയുടെ കർത്തൃത്വം യേശു നടത്താൻ തുടങ്ങി. പറഞ്ഞേ കർത്താവായി. അതാ പറഞ്ഞ കർത്താവിലും. ഇപ്പൊ കർത്താവിൽ ആയി, ക്രിസ്തുവിൽ ആയി, ക്രിസ്തു ഇവനിലായി, ഇവൻ ക്രിസ്തുവിലായി, കർത്താവിൽ ആയി. ഇനി അടുത്തത് അവന്റെ അമിത ബലം. പറഞ്ഞാട്ടെ, അവന്റെ അമിത ബലം. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ. അതെവിടാ? 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 ഉറക്കെ പറ, ഉറക്കെ പറ. അതെവിടാ? അവിടാണ് പ്രശ്നം. അത് കയ്യേലല്ല, കാരണം കൈ കൊണ്ടല്ല യുദ്ധം. അത് നാക്കേലല്ല, കാരണം നാക്കുകൊണ്ടല്ല യുദ്ധം. നമുക്ക് പോരാട്ടമുള്ളത് ജഡവും രക്തവും ഉള്ളതിനോടല്ല. അതുകൊണ്ട് തന്നെ ജഡവും രക്തം കൊണ്ടും അല്ല. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ആത്മാവിനോടാ. അതുകൊണ്ട് ആത്മാവിലാ പോരാട്ടം. പറഞ്ഞ ആത്മാവിലാ പോരാട്ടം. ആത്മാവിൽ എങ്ങനെയാ പോരാട്ടം? കർത്താവിൽ. ഒന്ന്, ക്രിസ്തുവിലായി. രണ്ട്, ഇനിയാണ് രണ്ടാമത്തെ സംഭവിക്കാൻ പോകുന്നത്. ഈ വ്യക്തിക്കുള്ളിലേക്ക്, ഈ വ്യക്തിയുടെ ഉള്ളാന മനുഷ്യനിലേക്ക്, കുറച്ചുകൂടെ വെളിപ്പെടുത്തി പറഞ്ഞ ഈ വ്യക്തിയുടെ അകത്തെ മനുഷ്യനിലേക്ക് ഒന്ന് പറഞ്ഞേ, ഇദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക്. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മാവിന് ബലമുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക് എന്ത് പകരാൻ പോവാ? അമിത ബലം. ഒച്ചത്തിൽ പറയണം കേട്ടോ, വായി തുറന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ അമിത ബലം. 2-3 പേരെ തൊട്ടു പറ. കർത്താവിലായ പോരാ, അവന്റെ അമിത ബലം പ്രാപിക്കണം. അമിത ബലം പ്രാപിക്കണം. അമിത ബലം. തുടങ്ങട്ടെ, 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 തുടങ്ങട്ടെ. ആ അമിത ബലം ഇന്ന് വരുമ്പോ പലതും പൊട്ടൂവിടെ, പലത് വഴിയൂവിടെ. ഇപ്പൊ തന്നെ അത് അഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നീ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നീ യേശുവിനെ അനുവദിച്ച സെക്കൻഡിൽ തന്നെ സംഭവിച്ച രണ്ടാമത്തെ രൂപാന്തരം എന്താണെന്നറിയോ? കർത്താവിന്റെ അമിത ബലം കൊണ്ട് നിന്റെ ആത്മാവ് അങ്ങ് നിറഞ്ഞു. പറഞ്ഞേ, കർത്താവിന്റെ അമിത ബലം കൊണ്ട്. എല്ലാവരും പറഞ്ഞേ, കർത്താവിന്റെ അമിത ബലം കൊണ്ട് എന്റെ ആത്മാവ് അങ്ങ് നിറഞ്ഞു. ഇപ്പൊ ആത്മാവായ സാത്താൻ, നിങ്ങളത് മനസ്സിലായില്ല. ആത്മാവായ സാത്താൻ ആത്മാവിൽ പോരാടാനായിട്ട് വരുക. ആരോട്? എന്നോട്.
അന്നേരമാണ് എൻ്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു. ഓ ഉറക്കെ പറ, അവന്റെ. ഇനി പറ നീ തോക്കുവോ? എന്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? പറഞ്ഞേ. അയ്യോ, കമോൺ. എന്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? അവന്റെ അമിത ബലത്തോടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഭിത്തിയെ ബോൾ എറിഞ്ഞു കഴിയുമ്പോ തെറിച്ച് തിരിച്ചു പോകുന്ന പോലെ വന്നവൻ വന്ന വഴിക്ക് പോകുക. അതാ പറഞ്ഞ, എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഓ, ആ പദത്തെ ഒന്ന് വിശ്വസിച്ചൊന്ന് കരമടിച്ച് സ്വീകരിച്ച് ഓടിപ്പോകും. ഓടട്ടെ. ഇന്ന് ഓടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓടട്ടെ. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ അത്രേ. ആത്മീയ ജീവിതത്തിന്റെ രണ്ട് നിലവാരങ്ങൾ അത്രേ. ഇത് ആത്മീയ ജീവിതത്തിന്റെ ഒന്നാം നിലവാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കർത്താവിനെ സ്വീകരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ എന്ത് ചെയ്തു? കർത്താവിനെ സ്വീകരിച്ചു. അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇന്ന് നിങ്ങൾ അറിയേണ്ട ഒരു സത്യം എന്താണെന്നറിയോ? നിങ്ങൾ പ്രാപിച്ചവന്റെ സകല ബലവും നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഓ മൈ ഗോഡ്, ലോർഡ് ജീസസ്, നിങ്ങൾ പ്രാപിച്ചവന്റെ, ഓ സ്തോത്രം. ഇന്ന് നിന്നെ ഇരുത്തുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇനി എന്താ? അവന്റെ അമിത ബലം. പറഞ്ഞാട്ടെ, അവന്റെ അമിത ബലം. ഈ 11 ദിവസത്തെ പ്രാർത്ഥനയിൽ ഒരൊറ്റ വിഷയമേ നിങ്ങൾക്കുണ്ടാകാവുള്ളൂ. എനിക്ക് അവന്റെ അമിത ബലം ഒന്ന് പ്രാപിക്കണം. ഒന്ന് പറഞ്ഞേ. എല്ലാരും ഒന്ന് പറഞ്ഞേ. കർത്താവേ, ഓ ഈ അമിത ബലം എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഈ അമിത ബലം കർത്താവിൽ മാത്രം പോരാ, അവന്റെ അമിത ബലം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അവന്റെ അമിത ബലം, യേശുവിന്റെ അമിത ബലം. ഉറക്കെ പറഞ്ഞ്, അമിത ബലം. അമിത ബലം എന്ന് പറഞ്ഞ വാക്കിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ? there is no limit. ഹല്ലേലൂയ. അൺലിമിറ്റഡ് സ്ട്രെങ്ത് കർത്താവ് പകരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിനെ നിങ്ങൾ പ്രാപിച്ചു എങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രാപിച്ചവന്റെ ബലം വ്യാപരിക്കാൻ പോവാ. കേട്ടില്ല. കർത്താവിനെ കൈക്കൊണ്ട സകലരോടും ഇന്ന് കർത്താവ് വാക്ക് പറയുന്നു, നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി അവന്റെ അമിത ബലത്തെ പകരാൻ പോവാ. സിറ്റുവേഷൻ മാറാൻ പോകുന്നു ഇതിനകത്ത്. ഇന്ന് നീ ബലമില്ലാതെ ഇവിടെ വന്നെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് ഈ അമിത ബലം ഇപ്പോൾ തന്നെ വ്യാപരിക്കാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമം. ഇതിനെ ഒന്ന് എഫെസ് ലേഖനത്തിൽ തന്നെ ഞാനൊന്ന് വെളിപ്പെടുത്തി പറയാം. പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ. യു നോ ദാറ്റ് റൈറ്റ്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അത് 1:17. 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആത്മാവിൽ ഒന്ന് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതായി പറഞ്ഞ സാധനം. ഒടുവിൽ കർത്താവിലും. ഓ, നിങ്ങൾ എന്റെ കൂടെ ഇല്ല, ഒന്ന് വായി തുറന്നേ. ഒടുവിൽ കർത്താവിലും. അതാ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചത്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇത്, ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. കർത്താവ്, ഇവർക്കാർക്കും കാറില്ലേലും സാരമില്ല, ഇവർക്കാർക്കെങ്കിലും വീടില്ലേലും സാരമില്ല, ഒന്നും ഇവർക്കില്ലേലും സാരമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന, അവന്റെ അമിത ബലം ഇവരുടെ മേലത് വ്യാപരിക്കണമേ. സാത്താൻ ആത്മാവിൽ എത്ര ശക്തനാണോ അതിനെക്കാട്ടിലും 10,000 ശക്തിയോടെ നീ അവന്റെ നേരെ നിൽക്കാൻ പോവാ. ഇത് പേടിച്ചോടുന്ന ദിവസങ്ങളല്ല, ഇത് കണ്ട് അഭിഷേകം ഇറങ്ങുന്നു. വീര്യപ്രവൃത്തികൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. ഇത് പേടിച്ചോടുന്ന ദിവസങ്ങളല്ല, തന്റെ ഇടത്തോടെ കർത്താവിന്റെ അമിത ബലത്തോടെ ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞവനെ നേരിടുന്ന ദിവസങ്ങളാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് ആര് പറയും? അവരുടെ മേലേക്ക് അത് വ്യാപരിക്കട്ടെ.
പലരും കോംപ്രമൈസ് ചെയ്യുക, പലരും അനുരഞ്ജനപ്പെടുകയാ. ഓ, ഞാനൊരു പാവം, ഇങ്ങനെ പോക്കോട്ടെ. നീ ഒരു പാവം അല്ല, നീ ഇങ്ങനെ പോകേണ്ടവനുമല്ല. നീ ഒരു പാവം അല്ല, നീ ഇങ്ങനെ പോകേണ്ടവനുമല്ല. അവന്റെ തല തകർത്തിട്ട് അവിടെ ജയമെടുക്കേണ്ടവനാ നീ. അവന്റെ തല തകർത്തിട്ട് അവിടെ ജയമെടുക്കേണ്ടവനാ നീ. ഇതിനു വേണ്ടി അവന്റെ ആത്മാവിന്റെ ആത്യന്ത ബലം നിന്റെ ആത്മാവിൽ പകർന്നിരിക്കുന്നു. പഴയ വീട്ടിലോട്ട് തന്നെ യോഗം കഴിഞ്ഞ് നീ തിരിച്ചു പോകാൻ പോന്നേ. പഴയ പരിതസ്ഥിതിയിലോട്ട് തന്നെ യോഗം കഴിഞ്ഞ് നിന്നെ തിരിച്ചു പോകാൻ പോന്നേ. ഇന്ന് നീ തിരിച്ചു പോകുമ്പോൾ പഴയ കടഭാരം നിന്നെ പല്ലിടിച്ച് കാണിക്കുന്നെങ്കിൽ അതിനെ നോക്കി പൂഞ്ചിരിച്ച് വിളിച്ചു പറയണം, എന്റെ ബലത്തിലാണ് ഞാൻ തോക്കും, പക്ഷെ അവന്റെ ബലത്തിലാകയാൽ, അവന്റെ ബലത്തിലാകയാൽ, അവന്റെ ബലത്തിലാകയാൽ. എടുത്തോ 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 എടുത്തോ, കൈപ്പറ്റിക്കോ കൈപ്പറ്റിക്കോ കൈപ്പറ്റിക്കോ, സ്വീകരിച്ചോ. അവന്റെ ബലത്തിലാകയാൽ, അവന്റെ ബലത്തിലാകയാൽ, അവന്റെ ബലത്തിലാകയാൽ ഇതിൽ ഞാൻ പരാജയപ്പെടത്തില്ല, ഇതിൽ ഞാൻ തോൽക്കത്തില്ല. ഓ റമ സീഖേരിയാദല, ഭയങ്കര അഭിഷേകം ഇറങ്ങുന്നു. വിശ്വസിക്കുന്നവരെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ദാണ്ടെ 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 ശരീരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു പറയുന്നു, ഞാൻ എന്റെ അമിത ബലം ഇവളുടെ മേൽ അയച്ചിട്ട് ഇവളെ ഒന്ന് തെളിയിക്കാൻ പോവാ, ഇവനെ ഒന്ന് തെളിയിക്കാൻ പോവാ. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈ വെക്കാൻ വയ്യ, കൈയുടെ ഷോൾഡറിൽ വേദനയാ. കാലെടുക്കാൻ വയ്യ, കാൽ മുട്ടിന് പ്രശ്നമാ. നടുവെടുത്ത് കുനിയാൻ വയ്യ, നടുവിന് പ്രശ്നമാ. എന്റെ പഞ്ചേന്ദ്രിയം മുഴുവൻ പണി മുടക്കി നിൽക്കുക. അയ്യോ, ഒരു രക്ഷയില്ല. ഇന്ന് ഇവിടെ ഇരുന്ന് അമിതബലം ഒന്ന് ഏറ്റെടുത്തേ. ആ കണ്ണയിലോട്ടും കയ്യിലോട്ടും, ആ ശരീരത്തെ മുഴുവൻ, ആ കേൾക്കാത്ത ചെവിയിലേക്കും, ആ മന്ദത വ്യാപരിച്ച തലയിലേക്കും പരാജയം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് നിന്നെ അടിച്ചൊതുക്കിയിട്ടിരിക്കുന്നതിലേക്ക് അവന്റെ അമിതബലത്തെ ഇപ്പോ ഒന്ന് ഏറ്റെടുത്തേ, ഒന്ന് സ്വീകരിച്ചേ. നിനക്കുള്ളതാത്. കർത്താവിനെ സ്വീകരിച്ച സകലർക്കും ഉള്ളതാ അവന്റെ അമിതബലം. പറഞ്ഞേ, കർത്താവിനെ സ്വീകരിച്ച എനിക്കുള്ളതാ അവന്റെ അമിതബലം. ഒന്ന് പറഞ്ഞേ, യേശുവിനെ സ്വീകരിച്ച, എല്ലാരും പറ, യേശുവിനെ സ്വീകരിച്ച എനിക്കുള്ളതാണ് അവന്റെ അമിതബലം. അവന്റെ അമിതബലം, അവന്റെ അമിതബലം എന്നാന്ന് കേൾക്കുമ്പോഴാ ഉള്ളു പൊള്ളുന്നേ. എന്നാന്നറിയോ അവന്റെ അമിതബലം? അവന്റെ അമിതബലം എന്നാന്നറിയോ? പറയത്തില്ല, ഇന്ന് പറയത്തില്ല. അവന്റെ അമിതബലം എന്നാന്ന് പറയും, പക്ഷെ ഇന്ന് പറയത്തില്ല. നിങ്ങൾ കേൾക്കും, വിവരം അറിയും. അടുത്ത പദത്തിൽ അതുണ്ട്, പക്ഷെ നിങ്ങൾ എടുക്കുകയല്ല. അവന്റെ അമിതബലം, പറഞ്ഞ അവന്റെ അമിതബലം. ഉറക്കെ പറ, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. എത്ര പേര് പറയും, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു? ഇനി എനിക്ക് വേണ്ടത് അവന്റെ അമിതബലവാ. ഇനി എനിക്ക് വേണ്ടത് അവന്റെ അമിതബലവാ. നിങ്ങൾ സ്വീകരിച്ച യേശു ബലഹീനനായിട്ടല്ല നിങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്വീകരിച്ച യേശു ബലവാനായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. കർത്താവേ, ഇത്ര മാത്രം ഒന്ന് വിശ്വസിക്ക, എന്നിട്ടൊന്ന് വിളിച്ചു പറ. ശരീരത്തെ നോക്കി ഇത്ര മാത്രം ഒന്ന് വിശ്വസിക്ക. അവന്റെ അമിതബലം വരുമ്പം എന്റെ കേൾക്കാത്ത ചെവി ഒന്ന് കേൾക്കും. ഒന്ന് വിശ്വസിക്കാമോ? അയ്യോ, ഒന്ന് വിശ്വസിക്കാമോ പ്ലീസ്? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ കണ്ണാടി വെച്ച അമ്മ, നിങ്ങളുടെ കഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് യേശു, അവിടെ കർത്താവിന്റെ കരം വരുന്നത് ഞാൻ കാണുന്നു കേട്ടോ. ദൈവശക്തി അടിക്കുന്നു. മിൻസി പിടിച്ചോണം. Oh, the power is moving, it's moving. ദൈവശക്തി അടിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. Oh, fire. കഴുത്തിൽ നിന്ന് സ്പോണ്ടിലോസിസ് അഴിഞ്ഞു പോകുന്നു. 7 കൊല്ലമായി നിന്നെ അത് വിട്ടുതരാതെ പിന്തുടരുക. ഇനി ഒരു സെക്കൻഡ് കൂടെ അതിന് ഇരിക്കാൻ അധികാരമില്ല. ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോ. Get out. തലയടിച്ച് വീടല്ല, അവിടെ ഇരുത്തിക്കോ, പിടിച്ചവിടെ ഇരുത്തിക്കോ. അത് അടിച്ചു. Oh, the power of God is moving. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഴുത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോയി. കഴുത്ത് തിരിച്ചോ, തിരിച്ചോ, വളച്ചോ, താഴ്ചോ, കറക്കിക്കോ, കറക്കിക്കോ. ഓ, ഒന്ന് കരമടിച്ചോ, ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. Victory in the name of Jesus. Big, 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 big miracles in the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ അമിതബലം. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശുവിന്റെ അമിതബലം. കർത്താവിനെ പ്രാപിച്ചോ? കർത്താവിനെ സ്വീകരിച്ച മുഴുവൻ പേരും പറഞ്ഞാട്ടെ, എനിക്കുള്ളത് അവന്റെ അമിതബലം. എനിക്കുള്ളത് അവന്റെ അമിതബലം. അവരൊക്കെ പറഞ്ഞു, എനിക്കുള്ളത് അവന്റെ അമിതബലം. അത് പ്രാപിച്ചേച്ചേ ഞാൻ ഇവിടെ നിന്നേക്ക് പോകത്തുള്ളൂ. വായി തുറന്ന് പറ, അത് സ്വീകരിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഇന്ന് ഞാൻ എന്റെ ശരീരത്തിൽ അത് ഏറ്റെടുക്കുക.
പറഞ്ഞേട്ടെ എന്റെ വായി തുറന്ന് പറഞ്ഞേ, എന്റെ ശരീരത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുക, എന്റെ ശരീരത്തെ ഞാൻ അത് സ്വീകരിക്കുക. എവിടാ സ്വീകരിക്കുന്നത്? നിങ്ങൾ അവന്റെ അമിത ബലത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോഴത് നിങ്ങൾ കൈവച്ച് പറയുന്നിടത്ത് വെളിപ്പെടും. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഭയങ്കര മഹത്വം ഇവിടെ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ മക്കളെ ഇപ്പോൾ തന്നെ നീ സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇത് ബലത്തിന്റെ കാലമല്ല, ഞങ്ങൾക്കൊക്കെ ബലമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബലത്തിന്റെ മീതെ അവിടുത്തെ അമിത ബലം അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ബലത്തിന്റെ മീതെ അവിടുത്തെ അമിത ബലം അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ഇവർ വിശ്വസിച്ച് കൈവച്ചിരിക്കുന്ന ഇടത്ത് തന്നെ നാഥ, നിന്റെ ശക്തിയുടെ ഭയങ്കര ബലം ഇപ്പൊ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ ബലമല്ല, നിന്റെ അമിത ബലം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ആ കെട്ടുകൾ ഓരോന്നായിട്ട് പൊട്ടി 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 അഴിയട്ടെ. വ്യക്തികളിൽ നിന്ന് അഴിയട്ടെ. വ്യക്തികളിൽ നിന്ന് അഴിയട്ടെ. This is your time, Lord Jesus. 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 കർത്താവേ, ഇത് നിന്റെ സമയം. നിന്റെ അമിത ബലത്തെ ഇപ്പോൾ തന്നെ ചില ശരീരങ്ങളുടെ മേലേക്ക് ഇട്ടാട്ടെ. ആ ബലം വരുമ്പോൾ ചിലത് തെറിച്ചു പോയേക്കാം. സാരമില്ല, വീഴുന്നവർ വീണോട്ടെ, അവരെ പിടിക്കണ്ട. ലഡ്ഡം ഹാംബ ഹത ഡിബി ഖട റമോട്ടിനിയ രേ ബർധോ ഡിബർഥിനി ഷീധിനീഷിയ ഓ ശമനേ സീധോരമൽഥനി. ഞങ്ങൾക്ക് ബലമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ബലത്തിന്റെ മീതെ നിന്റെ അമിത ബലം ഒന്ന് വ്യാപരിക്കട്ടെ. 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 ഇപ്പോൾ തന്നെ ഒന്ന് വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. 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 ഓ റബ ശ്യാന്താരാ പച്ചയുടെ പുറകെ ഇരിക്കുന്ന പച്ച ഒന്ന് വിളിച്ചേ അലിസിക്കുട്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നേ. ഒന്ന് എഴുന്നേറ്റ സിസ്റ്റർ, നിങ്ങളുടെ മേലേക്ക് കർത്താവിന്റെ ബലം ഇറങ്ങുന്ന ഞാൻ കാണുന്നു. നിങ്ങളൊന്ന് തയ്യാറായിക്കോ. മുമ്പിൽ എഴുന്നേറ്റ ആൾ അവിടെ ഇരുന്നാട്ടെ. മോൾ അവിടെ ഇരുന്നാട്ടെ. യെസ്, ആ പേഴ്സണെ യേശു സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയോ, ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ അമിത ബലം കയറാൻ പോവാണ്. This is your time. പൊക്കി എടുത്തോണ്ട് വാ. വലിയ അമിത ബലം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര അമിത. ഞാൻ പറഞ്ഞില്ലേ ഓ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഓ കർത്താവിലും അമിത ബലം കയറിക്കൊണ്ടിരിക്കുക. ഒന്ന് കരമടിച്ചോന്നെല്ലാരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചോ. ഒരു വ്യക്തിയുടെ മേൽ മാത്രമല്ല, വിശ്വസിക്കുന്ന സകലരുടെ മേലും അമിത ബലം യേശുവിന്റെ നാമത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മുട്ടും മടങ്ങുമ്പോ ഓ സാത്താനെ 11 കൊല്ലം നീ അവളെ ബന്ധിച്ചു, പക്ഷെ നിന്റെ സമയം കഴിഞ്ഞു. വേഗം കൊണ്ടുപോവാ, പോകാൻ സമയമായി. അവന്റെ അമിത ബലം വ്യാപരിക്കുമ്പോ പിശാചുക്കൾക്ക് ഇരിക്കാൻ കഴിയുകയില്ല. ഇവന്റെ ഉദരത്തെ ബന്ധിച്ച് വയറ്റിൽ നിന്ന് കെട്ടഴിയാണ്. വോമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? വർഷങ്ങളായിട്ട് ഇവൾക്കൊരു തലമുറയെ കൊടുക്കാതെ ഇവളുടെ ഉദരത്തിൽ ഇരുന്ന് വാദിക്കുന്ന അന്ധകാര ശക്തി ഇപ്പൊ അവളുടെ ഉദരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുക. ഇളകുവാത്. ഓ എല്ലാം മുട്ടും മടങ്ങും. എല്ലാം നാം പാടിയേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കാര്യമല്ല നിങ്ങൾ കേൾക്കുന്നേ. അവന്റെ അമിത ബലത്തെ പറ്റിയാ നിങ്ങൾ കേൾക്കുന്നേ. അത് നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുമ്പോ ശക്തികൾക്ക് ഇളകുന്നു. ഇതാ ഇളകുന്നു. പൊക്കിക്കോ അതിനെ. അഴിയുക. ഓ ഓരോന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുക. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ആ ശരീരത്തിൽ നിന്ന് അത് ഇളകി പോയിക്കൊണ്ടിരിക്കുക. ഇനി അവളെ പിന്തുടരാൻ അധികാരമില്ല. ദുരാത്മാക്കൾ ഈ മകൾ വിടുവിക്കപ്പെട്ടോണ്ടിരിക്കും. നീ എഴുന്നേറ്റോ. ഇവളുടെ വിടുതൽ വലുതാ ഇപ്പൊ വ്യാപരിക്കാൻ പോകുന്നത്.
നഷ്ടങ്ങളെ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിയുന്നു. അവന്റെ അമിതബലം കയറുന്നു. യേശുവിന്റെ അമിതബലം നിന്റെ മേലോട്ട് കയറുന്നു. കടഭാരത്തിന്റെ കെട്ടുകൾ അവളുടെ വീട്ടിൽ നിന്ന് ഒഴിയുന്നു. അസമാധാനം, മദ്യപാനത്തിന്റെ കെട്ട് അവളുടെ വീട്ടിലുണ്ട്. അത് ഇളകുന്നു. അവളെ പിടിച്ചോണം. അത് അഴിഞ്ഞിളകി പോന്നു. വലിയ വിടുതല. മിൻസി അവളുടെ തലയിലോട്ടൊന്ന് കൈവച്ചു. അവളുടെ മേലോട്ട് ദുരാത്മാവുണ്ട്. അത് ഇളകി വരും. കർത്താവിന്റെ അമിത ബലം എന്നൊന്ന് പറഞ്ഞേ എല്ലാരും ഒന്ന് പറഞ്ഞേ. കർത്താവിന്റെ അമിത ബലം. ഒച്ചത്തിൽ പറഞ്ഞേ സഹോദരങ്ങളെ. കർത്താവിന്റെ അമിത ബലം. വായി തുറന്ന് പറഞ്ഞേ. കർത്താവിന്റെ അമിത ബലം. കണ്ണാടിക്കാരി എന്ന് വിളിച്ച പേര് അറിയത്തില്ലാത്തോണ്ട പേര് പറഞ്ഞ ഇനി കണ്ണാടിക്കാരി എന്ന് വിളിക്കത്തില്ല. എന്നാ പേര്? ഡാലിയ? രാധിക. നിന്റെ 2 ഷോൾഡറിനെയും പിശാച് കെട്ടിയിട്ടിരിക്കുക. ഈ പറയുന്നത് ശരിയാണോ? ശരിയാണോ? ചാടി എഴുന്നേക്ക് പ്രാർത്ഥിക്കുക. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നേ? ആദ്യമായിട്ട് വരുന്നവരോട് കർത്താവിന് ഒരു ഭയങ്കര സ്നേഹമാണ്. നിന്നെ സ്പർശിക്കാൻ പോവാ. നിന്റെ ഷോൾഡറിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞിളകുന്നു. 2 ഷോൾഡറിൽ ഞാൻ കാണുന്ന കാഴ്ച ഇതാ. ഇവളൊരു തളർച്ച വന്നവളെ പോലെ ഒരു കട്ടിലെ കിടക്കണമെന്ന് പറഞ്ഞ് ഒരു ബലം കയറിയിരിക്കുക. അത് സാത്താന്റെ ബലവാ. എന്നാൽ അതിന്റെ മേളില് കർത്താവിന്റെ അമിത ബലം കയറുകയാ. അഴിയുന്നു. കൈ തളർന്നവളെ പോലെ കിടക്കേണ്ടവളല്ല നീ. നീ കൈ കൊണ്ട് അനേക രോഗികളെ സൗഖ്യമാക്കേണ്ടവളാ. അനേക ഭൂതങ്ങളെ പുറത്താക്കേണ്ടവളാ. അതിനുവേണ്ടി സാത്താന്റെ ബലത്തിന്റെ മേളിൽ യേശുവിന്റെ ബലം ഇതാ വ്യാപരിക്കുന്നു. സ്വീകരിച്ചോ. പിടിച്ചോണം. അഴിഞ്ഞളകുന്നു. അത് ഇതാ ഈ അമ്മയെ വിളിച്ചേ. 20 കൊല്ലമായി നിന്റെ വയറ്റിനകത്ത് ഒരു കട്ടി ഇരിപ്പുണ്ട്. അറിയാവോ? അത് എഴുന്നേറ്റോ. കൈവച്ചോ. ഇറങ്ങിപ്പോന്നു. അഴിയുന്നു. സാധനം അഴിയുന്നു. 20 കൊല്ലം കർത്താവിന്റെ ബലം കയറുക. അത് വലിയ സംഭവം. ഇവിടെ മുടിച്ചു വന്നിരുന്നുണ്ട്. രക്തം ഒഴുകി നീ തീരണമെന്ന് പിശാച് പറയുന്നു. പക്ഷെ ഇപ്പം 8.3 വലിപ്പമുള്ള ഒരു വലിയ മുഴ നിന്റെ വയറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ദൈവശക്തി അടിക്കും. പിടിച്ചോണം. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. തെറുക്കി പിടിച്ചോണം. ഭയങ്കര പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക്. പൊക്കിയെടുത്തോ. ഇങ്ങോട്ടിട്ടോ. ഇവിടെ ഇട്ടോ. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കുന്നു. വലിയ സൗഖ്യമാണ്. 20 വർഷം 20 years she was under bleeding. ഇപ്പോൾ തന്നെ അത് ഒഴിഞ്ഞു പോവുകയാണ്. ആ ഉദരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോവുകയാണ്. ഇനി മേലെ നീ അതിനാൽ കഷ്ടപ്പെടണ്ട. യേശുവിന്റെ മഹത്വം ഇതാ. അവളുടെ അടുത്ത് നിൽക്കണം. ദൈവശക്തി അടിച്ചോണ്ടിരിക്കും. കരങ്ങളെ അടിച്ചോന്ന് യേശുവിന്റെ മഹത്വം കൊടുത്ത്. നിങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ സംഭവിക്കും. പിശാച് ബലത്തിൽ കെട്ടിയെങ്കിൽ പിശാചിന് എന്തുകൊണ്ട്? ഉറക്കെ പറ. ബലമുണ്ട്. പക്ഷെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കർത്താവിന് എന്തുകൊണ്ട്? ഉറക്കെ പറ. ബലത്തിന്റെ മേളിൽ അമിത ബലം വരുമ്പോ ബലം ഇരിക്കുവോ? ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അവന്റെ പേരെന്നാന്നറിയോ? ബലവാൻ. പറഞ്ഞേ. കർത്താവിന്റെ പേരെന്നാന്നറിയോ? കേട്ടില്ല? ബലവാൻ എന്നല്ല കർത്താവിന്റെ പേര്. സാത്താന്റെ പേരെന്നാന്നറിയോ? ബലവാൻ. യേശുവിന്റെ പേരെന്താന്നറിയോ? സർവശക്തൻ. പറഞ്ഞേ. സർവശക്തൻ. ഒന്നുറക്കെ പറഞ്ഞേ. ഇങ്ങനൊന്ന് പറഞ്ഞേ. എടാ ബലവാനെ, അമിത ബലം കയറുമ്പോ നിന്റെ ബലം പോകൂടാ. ഇന്നതാ വ്യാപരിക്കുന്നത്. അമിതബലം കയറുന്നു. ഇപ്പോൾ തന്നെ കയറുന്നു.
ഇപ്പോൾ തന്നെ കേറുന്നു. വിശ്വസിച്ചാൽ വ്യാപരിക്കും. വിശ്വസിച്ചാൽ വ്യാപരിക്കും. വിശ്വസിച്ചാൽ വ്യാപരിക്കും. വിശ്വസിച്ചാൽ വ്യാപരിക്കും. കർത്താവിന്റെ അമിത ബലം. കർത്താവിന്റെ അമിത ബലം എന്റെ മേൽ അവന്റെ ബലം. എന്റെ മേൽ അവന്റെ ബലം. ഞാനാകെ ശക്തനായി. ഞാനാകെ ശക്തനായി. അവന്റെ ബലം എന്റെ മേൽ. അവന്റെ ബലം എന്റെ മേൽ. ഞാനാകെ ആള് മാറി. ഞാനാകെ ആളു മാറി. അവന്റെ ബലം എന്റെ മേൽ. അവന്റെ ബലം എന്റെ മേൽ. കരമടിച്ച് പാടാമോ. കരമടിച്ചു പാടാമോ. ബലവാന്റെ കെട്ടുകളെ. ബലവാന്റെ കെട്ടുകള് യേശു എന്നിൽ പൊട്ടിച്ചു. യേശു എന്നിൽ പൊട്ടിച്ചു. യേശു അവൻ ബലഹീനൻ അല്ലല്ലോ. യേശു അവൻ ബലഹീനൻ അല്ലല്ലോ. 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 യേശു അവൻ സർവശക്തൻ. യേശു അവൻ സർവശക്തൻ. എന്നിൽ അവൻ സർവശക്തൻ. എന്നിൽ അവൻ സർവശക്തൻ. ഇപ്പോൾ തന്നെ സർവശക്തൻ. ഇപ്പോൾ തന്നെ സർവശക്തൻ. ഇത് ചുമ്മാ ഞങ്ങക്ക് പാടാൻ ഇഷ്ടമില്ല. ആ അമ്മ ഇപ്പൊ തൊടാൻ പോവാണേ. കണ്ടോണേ, കണ്ടോണേ. അമ്മ ഇത് അമ്മയുടെ പ്രശ്നം എന്നാണ്? വേർഡ് ഓഫ് നോളജ് പറയാൻ അവസരമുണ്ട്. വാ, ആരെല്ലാം വേണേ പറഞ്ഞു. റിച്ചിമ്മ പറഞ്ഞു അമ്മയുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു. കർത്താവ് ഇപ്പൊ വെളിപ്പെടുത്തും. കണ്ടോണേ, ഈ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ അമ്മയുടെ പ്രശ്നം കഴുത്തിനാ. ആ കരയുക. കണ്ടോ, അവിടെ പിടി, അവിടുന്ന് പിടി പൊട്ടുക. തൊട്ടേ 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 യേശു എന്നെ തൊട്ടേ. യേശു എന്നെ തൊട്ടേ. കഴുത്തിന്റെ വേദനകൾ. കഴുത്തിന്റെ വേദനകൾ. അമ്മ സമയമായി അഴിഞ്ഞു പോകാൻ. സമയമായി അഴിഞ്ഞു പോകാൻ. അഴിഞ്ഞിറങ്ങി വേഗം പൊക്കോ. അഴിഞ്ഞിറങ്ങി വേഗം പൊക്കോ. എഴുന്നേപ്പിച്ചേ. നോക്കണേ, പവർ അടിക്കുന്ന കണ്ടോ നിങ്ങളെ. പവർ അടിക്കുന്ന കണ്ടോണേ. This is your time, Lord Jesus. ഞങ്ങൾ ബലത്തെ അല്ല വിശ്വസിക്കുന്നേ, അമിത ബലത്തെയാ വിശ്വസിക്കുന്നേ. ഇപ്പൊ തന്നെ തൊട്ടേ 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 യേശു അവളെ തൊട്ടേ. യേശു അവളെ തൊട്ടേ. രോഗങ്ങൾ മാറിപ്പോയി. രോഗങ്ങൾ മാറിപ്പോയി. ശാപങ്ങൾ ഒഴിഞ്ഞുപോയി. ശാപങ്ങൾ ഒഴിഞ്ഞുപോയി. തൊട്ടേ 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 യേശു ഞങ്ങളെ തൊട്ടേ. യേശു ഞങ്ങളെ തൊട്ടേ. ശരീരങ്ങളെ യേശു വിടുവിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. പലർക്കും ഇപ്പൊ ബലഹീനതയും ബലം വന്നോണ്ടിരിക്കുന്നു. സിന്ദൂരം ഇട്ട ചേച്ചി നിന്റെ കാര്യം തീരുമാനമായി. തീരുമാനമായി. യേശു നിന്നെ സ്പർശിക്കുന്നു. യേശു നിന്നെ സ്പർശിക്കുന്നു. അവന്റെ ബലം ഇപ്പം വരും. അവന്റെ ബലം ഇപ്പോൾ വരും. നിന്റെ മേൽ ഇപ്പോൾ വരും. നിന്റെ മേൽ ഇപ്പോൾ വരും. ഉദരക്കെട്ട് അഴിഞ്ഞു പോകും. ഉദരക്കെട്ട് അഴിഞ്ഞു പോകും. ഉദരക്കെട്ട് അഴിഞ്ഞു പോകും. ഉദരക്കെട്ട് അഴിഞ്ഞു പോകും. കുഞ്ഞിന്റെ വാൽവെല്ലാം കുഞ്ഞിന്റെ വാൽവെല്ലാം ഇപ്പോൾ തന്നെ നിവർന്നു വരും. ഇപ്പോൾ തന്നെ നിവർന്നു വരും. യേശു ഇപ്പോൾ സ്പർശിക്കുന്നു. യേശു ഇപ്പോൾ സ്പർശിക്കുന്നു. ഭയങ്കര വിടുതൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോണേ നിങ്ങളെ. ദൈവശക്തി അവരുടെ ശരീരത്തിലേക്ക് അടിക്കാൻ പോവാണേ. യു സീ ദിസ്. കർത്താവേ, ആ അമിത ബലം. ഓ പിടിച്ചോണ്ട് പിടിച്ചോണ്ട്. ഓ അവിടെ കിടന്നോട്ടെ വിട്ടേനെ. അയ്യോ, വലിയ വിടുതൽ അവളെ എടുത്തോണ്ട് വലിയ വിടുതൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ടെന്റിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രാപിക്കുന്ന ആ വീട്ടിലാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും. യേശുവേ 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 രാജാവേ 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 എന്റെ യേശു രാജാവ്. എന്റെ യേശു രാജാവ്. നിരാശകൾ ഒഴിഞ്ഞു പോയി. നിരാശകൾ ഒഴിഞ്ഞു പോയി. ദുഃഖമെല്ലാം അഴിച്ചു മാറ്റി. ദുഃഖമെല്ലാം അഴിഞ്ഞു പോയി. യേശു
നിന്നെ ഇപ്പൊ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു കേട്ടോ. രണ്ട് കാര്യങ്ങൾ യേശു എന്നോട് പറയുന്നു. ഒന്ന്, ഞാൻ നിന്റെ വീട്ടിൽ ഈ സെക്കൻഡിൽ ഒരു അത്ഭുതം ചെയ്യും. ഓ ഓ ഓ ഹസ്യാധാര. ഒന്ന് രണ്ട് കര ഉയർത്തി പിടിച്ച സിസ്റ്ററെ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നേ? അതെ. സുഗതൻ എന്നൊരു പേരെനിക്ക് യേശു വെളിപ്പെടുത്തുന്നു. ആരാ സുഗതൻ? ഭർത്താവ്. അവന്റെ കെട്ടിപ്പോ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. അവനെ ചൊല്ലി വിലപിച്ചാ നീ ഇവിടെ വന്നേ? അതെ. ഓ, ഞാനിപ്പോ ഇവിടെ നിന്നപ്പം നീ ഇവിടെ വന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആർക്കും അറിയത്തില്ല നീ ഇവിടെ വന്ന കാര്യം. ഇല്ല ഇല്ല. പക്ഷെ എന്റെ മകളെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ സുഗതന്റെ കെട്ടഴിക്കാൻ പോവാ. സുഗതന്റെ കെട്ട്. ഓ, ഒന്ന് കരമടിച്ചേ. യേശുവേ 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 യേശുവേ. സുഗതന്റെ കെട്ടഴിച്ച് 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 സുഗതന്റെ തളർച്ച മാറ്റി സുഗതന്റെ തളർച്ച മാറ്റി സുഗതന്മേൽ ബലം പകർന്ന് സുഗതന് ബലം പകർന്ന് യേശു നിന്നെ സ്പർശിക്കുന്നു. യേശു നിന്നെ സ്പർശിക്കുന്നു. ഈ വീട്ടിലേക്ക് ഇന്ന് രക്ഷ കയറുക കേട്ടോ. സുഗതന്റെ കെട്ട് പൊട്ടി. സൂസമ്മ സൂസമ്മ സൂസമ്മേ, സുഗതന്റെ കെട്ട് പൊട്ടി. സുഗതൻ ഇവിടെ വരുന്നുണ്ട്. സുഗതനെ എവിടെ ഇരുത്തുന്നേ? കസേര ഒന്നിട്ടേ. സുഗതൻ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞു. യേശു വന്നാലിങ്ങനെയാ, വന്നാലിങ്ങനെയാ. തൊട്ടേ 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 തൊട്ടേ. ഈ യോഗം ഉണ്ടല്ലോ, ഈ യോഗം ഒരു വലിയ ചരിത്രമായിരിക്കും കേട്ടോ. ഭയങ്കര, ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നത്. എവിടെല്ലാം ഇങ്ങനെ ഒരു പ്രസൻസ് ഞാൻ പ്രസംഗിക്കാൻ പോയടത്ത് അനുഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. കുറെ നാളായി നമ്മുടെ റോണി ബ്രദർ പറഞ്ഞു കിടക്കാം, മരിച്ചവർ ഉയർക്കും. ചിലപ്പോ ഈ മീറ്റിംഗിലായിരിക്കും കേട്ടോ. ഞാനത് വിശ്വസിക്കുക. ഇന്ന് സഹോദരി, നിന്റെ വീട്ടിലേക്ക് രക്ഷ കയറുക കേട്ടോ. നീ ആദ്യമായിട്ട് ഇവിടെ വന്നെങ്കിലും നിന്നെ യേശു കണ്ടായിരുന്നു കേട്ടോ. അവന്റെ സ്നേഹം നിന്നെ കണ്ടായിരുന്നു കേട്ടോ. ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് കർത്താവിന് ഒരു പ്രത്യേക സ്നേഹം അവരോട് കേട്ടോ. കാരണം ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് തഴക്കവും പഴക്കവും പാരമ്പര്യവും ഒന്നുമില്ല. ചില വന്നു കഴിയുമ്പോഴാണ് അച്ചായൻ കളിക്കുന്നത്, ചില വന്നു കഴിയുമ്പോഴാണ് കുഞ്ഞമ്മ കളിക്കുന്നത്. അച്ചായനും പാരമ്പര്യം ഒന്നും ഇല്ലാതെ പാവങ്ങളാ വിശ്വസിക്കുകയാണ്. വന്നു കഴിയുമ്പോഴാണ് പോയിന്റ് ഉണ്ടോ, ഹെർമനോട്ടിക്സ് ഉണ്ടോ, ഹൊമിലിറ്റിക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ഇതുങ്ങൾക്കൊന്നും അറിയത്തില്ല. പാവങ്ങളായതുകൊണ്ട് എന്നേലുമൊക്കെ വിശ്വസിച്ചാൽ നടക്കും. ഇപ്പൊ ഇതാ വിശ്വസിക്കുന്ന ഈ മകള്, ഇവളുടെ മേലേക്ക് ആ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. അഴിഞ്ഞു പോന്നു. അബാധ ഒഴിഞ്ഞു സ്വസ്ഥമായി, വീടാകെ സ്വസ്ഥമായി, വീടാകെ സ്വസ്ഥമായി, ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായി, ബാധയൊഴിഞ്ഞു സ്വസ്ഥമായി, വീടാകെ സ്വസ്ഥമായി, വീടാകെ സ്വസ്ഥമായി. ആ മനുഷ്യനെ യേശു സ്പർശിക്കുന്നുണ്ട് കേട്ടോ. ആ സിന്ധു ചേച്ചിയുടെ ഇപ്പുറത്ത് യേശു തൊടുന്നു. ആ മനുഷ്യനെ, അത് വലിയൊരു സൗഖ്യമാണ്. It's a big healing. തൊട്ടേ 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 യേശു അവനെ തൊട്ടേ, യേശു അവനെ തൊട്ടേ.
വശത്തേക്ക് കൊണ്ടുവന്നു. ഞാന് എവിടുന്ന് വരുന്നു നിങ്ങളെല്ലാം? ആലപ്പുഴയിൽ നിന്ന് വരുന്നു. പുന്നമടയിൽ നിന്ന് വരുന്നു. ഓ, ഇന്ന് ഈ മനുഷ്യനെ യേശു സ്പർശിക്കുന്നു എന്ന് എന്നോട് പറയുന്നു. ഈ മനുഷ്യന്റെ കൈകാലുകൾക്ക് ബലഹീനത ഇട്ട് അകത്തെ തകരാറ് നിമിത്തമാണ്. മനസ്സിലാവുന്നു? ആരായത്? ഭാര്യ. ഈ മനുഷ്യന്റെ അകത്ത് തകരാറുണ്ട്, അറിയാമോ? അത് ഇന്ന് ഇവിടെ ഇങ്ങോട്ട് നോക്കി, വർഷങ്ങളായിട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിൽ അതിപ്പോ വെളിപ്പെടും. പ്രാർത്ഥിച്ചേ, എല്ലാവരും ശുശ്രൂഷകന്മാരാകണം. ഇവിടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, വർഷങ്ങളായിട്ട് ഇവർക്ക് തലമുറകളില്ല. ഉദരത്തെ സാത്താൻ കെട്ടിയിട്ടിരിക്കുക. ഇപ്പോഴ് എത്ര വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? 11 വർഷമായി. ഞാനീ പറഞ്ഞത് ശരിയാ? കർത്താവിന്റെ ശക്തി പാടിക്കാവോ? ആദ്യമായിട്ട് ഇവിടെ വരിക അല്ലേ? ആദ്യമായിട്ടാ യേശു സ്പർശിക്കാൻ പോവാണേ. കണ്ടോണേ, ഈ സമയത്ത് ഉള്ളിൽ കൗണ്ടിങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാനതാ കാണുന്നത്, കൗണ്ടിങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൗണ്ടിങ്ങിന്റെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്. കൗണ്ടിങ് നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഒരു അപ്പനാകാൻ പോകുന്നു, നീ ഒരു അമ്മയാകാൻ പോകുന്നു, നീ ഒരു കുഞ്ഞിനുമായി ലാലാല പാടി ഉടുപ്പൊക്കെ ഇട്ടു. ഓ, കരമടിച്ച് യേശുവിനെ സ്തുതിച്ചേ. ആനന്ദ നൃത്തത്തോടെ തുള്ളിച്ചാടി ആടിപ്പാടി, ആനന്ദ നൃത്തത്തോടെ തുള്ളിച്ചാടി ആടിപ്പാടി, യേശു നിന്നെ സ്പർശിക്കുന്നു, ഇപ്പോൾ തന്നെ സ്പർശിക്കുന്നു. ഈ സഹോദരനെ യേശു വിളിച്ചോളൂ. നിങ്ങളുടെ മേലും യേശുവിന്റെ കരം ഇപ്പം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ നിന്നൊരു ബാധ ഒഴിഞ്ഞു പോകും. ഇനി ഒന്ന് പുറകെ പിടിച്ചോണേ, പിടിച്ചോണം. അഴിയട്ടെ. നീ ആദ്യമായിട്ട് വന്നിരിക്കുന്നവരുടെ ദിവസമാണ്. ആദ്യമായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോ, ഇത് നിങ്ങളുടെ ദിവസമാണ്. യേശു നിങ്ങളെ സ്പർശിക്കുന്നു, ഇപ്പോൾ തന്നെ സ്പർശിക്കുന്നു. അമിത ബലം എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. യേശുവിന്റെ അമിത ബലം. പിശാചിന് നിങ്ങളെ ബലത്തിൽ ബന്ധിക്കാൻ കഴിയും, പക്ഷെ യേശുവിന്റെ അമിത ബലം വരുമ്പോൾ പിശാചിന്റെ പ്രവർത്തികൾ അഴിയും. സ്പ്രൈറ്റ് ഇപ്പം കുടിക്കുന്ന ചേട്ടാ, വേഗം വാ, നാളെ വെള്ളം കുടിക്കാൻ നിങ്ങൾ സൗഖ്യമാകും. ആ മനുഷ്യൻ സൗഖ്യമാകും. വെള്ളം കുടിക്കാൻ പോയതാ, പക്ഷെ കർത്താവ് സൗഖ്യമാകും. വെള്ളം നാളെ കിട്ടും, സൗഖ്യമാണ്. കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുന്നു. ഞാൻ കണ്ട കാഴ്ച, ഈ മനുഷ്യന്റെ ഉദരത്തെ മുഴുവൻ പിശാച് കെട്ടിയിട്ടിരിക്കുക. ഒരു കട്ടിലെ കിടന്ന് വയറുവേദന എടുത്ത് ഒരു മനുഷ്യൻ പൊളയുന്ന പോലെ ഈ മനുഷ്യനെ പിശാച് കെട്ടിയിട്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ശരീരത്തിൽ നിന്ന് ബാധ ഒഴിയുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഈ മനുഷ്യനെ പിന്തുടരാൻ നിനക്ക് അധികാരമില്ല. അഴിയുന്നു കേട്ടോ, അഴിയുന്ന ആ സാധനം അഴിയുന്നേ, ആ ബാധ അഴിയുന്നു. കഷ്ടപ്പെടുത്തി ഈ മനുഷ്യനെ, കഷ്ടപ്പെടുത്തിയത് ആ മനുഷ്യനെ, ഈ മനുഷ്യനെ കഷ്ടപ്പെടുത്തിയത്. പക്ഷെ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു.
This is more than a strength. അവന്റെ അമിത ബലം നിന്റെ മേലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ബ്രദർ. നോക്കിക്കോണേ, ആ ഹീലിംഗ് മൊമെന്റ് വരികയാണ്. നിങ്ങൾ എല്ലാവരും കണ്ണു തുറന്നു നോക്കിക്കോ. ലോർഡ്, ഇപ്പോൾ തന്നെ നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥനാവുക, സ്വസ്ഥനാവുക. ബാധയ്ക്ക് ബലമുണ്ടെങ്കിൽ കൽപ്പിക്കുന്നവൻ അമിത ബലമുണ്ട്. പിശാചിന് ബലത്തിൽ കെട്ടാൻ അറിയാമെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നവന്റെ അമിതബലം, 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 സൂപ്പർ പവർ വ്യാപരിക്കണം. ചെളി പറ്റിക്കോട്ടെ, ഇറ്റ്സ് ഓക്കേ. ദൈവശക്തി വ്യാപരിക്കണം. ആ മനുഷ്യന്റെ വയറിലോട്ടൊന്ന് കൈവച്ചോ. ഒരു വലിയ ദൈവശക്തി റിലീസ് ആയിക്കൊണ്ടിരിക്കും. കെട്ടുപൊട്ടും ഭയങ്കര ഡെലിവറൻസ്. ഈ ടെന്റിൽ എന്തൊക്കെയോ നടക്കും കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയും. ഈ ടെന്റിൽ എന്തൊക്കെയോ നടക്കും. യേശുവിന്റെ നാമത്തില്. ബ്രദറെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? കുറിച്ചിന്ന് വരിക. മൈ ഗോഡ്, എന്തായിരുന്നു അത് പ്രശ്നം? ഞാൻ കണ്ട ഒരു കാഴ്ച ഇതാണ്. നിങ്ങളുടെ ഈ വയറ്റിൽ നിന്ന് ചങ്ങലയെ പൊട്ടിക്കുന്നവരെ ഈ വയറിന് പ്രശ്നമാണോ? ഇതാണോ കേസ്? എത്ര വർഷമായിട്ട് ഈ കൈ പൊങ്ങത്തില്ല? വന്നാട്ടെ, 10 വർഷമായി. ഇതിപ്പോ ഉയരുമെന്ന് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? യേശുവിന്റെ അമിത ബലം, യേശുവിന്റെ അമിത ബലം, എന്മേലൻ അമിത ബലം, എന്മേലവൻ അമിത ബലം, എന്മേലവൻ അമിത ബലം. 10 കൊല്ലമായി സ്പോണ്ടിലോസിസ് വന്ന. എന്താ സംഭവിച്ചു? സ്പോണ്ടിലൈറ്റിസ് വന്ന. വിശ്വസിച്ചോ? വിശ്വസിച്ചു. ലോർഡ്, ദിസ് ഈസ് യുവർ ടൈം ലോർഡ്. ഞങ്ങൾക്ക് ഈ ബലത്തിന്റെ മണ്ഡലത്തിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാളെ. ഞങ്ങളിപ്പോ വേറൊരു തലത്തിലോട്ട് ഇപ്പൊ കയറിയേക്കുക. അതുകൊണ്ട് പെട്ടെന്നാട്ടെ. അമിത ബലം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്നും കുഞ്ഞുകളിയൊന്നുമല്ല. ഇത് ചങ്ങനാശ്ശേരിക്കാരൊന്നും പിടിച്ചിട്ടില്ലാത്ത റേഞ്ചാ. ഇപ്പൊ ഒന്ന് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ ഈ ശരീരത്തിലോട്ട് കയറട്ടെ. ഈ കൈ ഇപ്പൊ പൊങ്ങി വരണം. ദൈവശക്തി ഇപ്പൊ വ്യാപരിക്കണം. 10 വർഷത്തെ കെട്ടി ഇപ്പൊ പൊട്ടണം യേശുവിന്റെ നാമത്തിൽ. കൈ ഇപ്പം ഉയർന്നു വാ. ജീസസ്, ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതി. ഉയർത്തി. താങ്ക് യു ജീസസ്. 10 അല്ല 18 ആയാലും യേശു തൊട്ടാൽ സൗഖ്യമാകും. യേശു തൊട്ടാൽ വിടുതലുണ്ട്. ഇപ്പോൾ തന്നെ വിടുതലുണ്ട്. ഉദരത്തിൽ നിന്ന്. ഈ മനുഷ്യന്റെ സൗഖ്യത്തിന്റെ ദിവസമായിരുന്നു മുഴുവൻ. മൈ ഗോഡ്, ജീസസ്. കരമടിച്ചോ യേശുവിന്റെ മഹത്വം കൊണ്ട്. യേശുവിന്റെ കർത്താവാണ്. ആടോ ചേട്ടാ. ആനന്ദമായ യേശു, സന്തോഷമായ യേശു. അന്ന് സന്തോഷിച്ചു. വിശ്വസിച്ച് കൊണ്ടുവന്ന അതിനെയല്ലേ. ഏത് കാലിനാ സ്വാധീനം ഇല്ലാത്ത? അത് വരുമെന്ന് വിശ്വസിക്കുന്നു. നീളം വരുമെന്ന് വിശ്വസിക്കുന്നു. നീണ്ടു വരും, കാലം നീണ്ടു വരുമെന്ന് വിശ്വസിക്കുന്നു. നീണ്ടു വരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാ സ്ഥലം നിർത്തിക്ക്. അങ്ങോട്ടിരുന്ന്, അങ്ങോട്ടിരുന്ന്. Jesus.
ഇന്നൊരു ദൈവശക്തി വരുമെന്ന് വിശ്വസിക്കുന്നു. ചേച്ചി ഇവിടെ ഇരുന്നേ, ചോദിക്കട്ടെ. ചേച്ചി വിശ്വസിക്കുന്നു ഇതിപ്പോ നിവർന്നു വരുമെന്ന്? വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാറുമെന്ന്. യേശുവേ, എന്റെ കർത്താവേ, ഇതിന്റെ മക്കള് വിശ്വസിക്കുന്നു. ഈ ഭാഗം നിലത്ത് ചവിട്ടണം കർത്താവേ. ഞാൻ ഏറ്റെടുക്കുന്ന യേശുവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു കർത്താവേ. എല്ലാരും ഒന്ന് വിശ്വസിച്ചേ. കണ്ടവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് വന്നേ. യേശു ചെയ്യുന്ന അത്ഭുതമാ. ആമേൻ. കർത്താവ് അങ്ങ് ചെയ്യുവാന്നേ. നമ്മളങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ രക്ഷിതാവേ, എന്റെ യേശുവേ, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലാത്തവരാ. ഒന്നും അറിയത്തില്ലാത്തവർക്ക് എല്ലാം തെളിയിക്കാൻ വേണ്ടി യേശു ഉണ്ടല്ലോ. അപ്പൊ യേശു സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറയുന്നത് യാദർച്ഛികമായിട്ടല്ല കർത്താവേ, പൂർണ്ണമായിട്ട് സംഭവിക്കട്ടെ. ഈ മനുഷ്യന്റെ ഉപ്പൂറ്റി ഇപ്പൊ നിലത്ത് മൂട്ടട്ടെ. ഈ മനുഷ്യന്റെ ഉപ്പൂറ്റി ഇപ്പൊ നിലത്ത് മൂട്ടട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ മൂട്ടട്ടെ. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കട്ടെ. സ്വസ്ഥതയോടെ എഴുന്നേറ്റ് നടക്കട്ടെ. ആ വിടവിപ്പം വിട്ടുമാറട്ടെ. ദൈവശക്തി അടിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഈ ടെന്റിൽ എന്തൊക്കെയോ നടക്കും കേട്ടോ. കരമടിച്ച് യേശുവെന്ന് വിളിച്ചോ. യേശുവേ, 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 എഴുന്നേറ്റ് നടക്കടാ. വേഗം നടക്കടാ. ഓടിച്ചാടി നടക്കടാ. ചെരുപ്പൂരി നടക്കടാ. വിടവവിടെ കാണാനില്ല. വിടവവിടെ കാണാനില്ല. ഇതാര് ചെയ്തു പറ. ഭാര്യ കണ്ടതല്ലേ, ഇതാരാ ചെയ്തേ? യേശുവാണ് ചെയ്യുന്നത്. യേശുവാണ് ചെയ്യുന്നത്. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു.